എല്ലാവർക്കും ഷുഗർ ബിസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തനി നാടൻ ചെമ്മീൻ റോസ്റ്റ് ആണ്. അതിനു വേണ്ടി 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തത്, 1/2 കിലോ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ, 1/2 കപ്പ് പാല്, തേങ്ങാപ്പാലും യൂസ് ചെയ്യാം, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3-4 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്. ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം വഴണ്ട് വരുമ്പോൾ നമ്മൾ 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ 4-5 എടുക്കാം. പക്ഷേ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല സ്പൈസി ആവും. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടിയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ റോ സ്മെല്ല് പോണ വരെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് 1 സ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് 3ഉം ഒരേ സ്പൂൺ വെച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വെയിൻ എടുക്കാൻ മറക്കരുത്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണെങ്കിൽ താഴെയും മേലെയും വെയിൻസ് ഉണ്ടാവും ബ്ലാക്ക് കളറിൽ. അപ്പോൾ അത് വലിച്ച് എടുത്ത് കളയണം. എന്നിട്ട് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടും ഒന്ന് മിക്സായ ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ മസാലാസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വേവിച്ച ശേഷം നമുക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. എന്നിട്ട് വെള്ളമൊക്കെ വറ്റി പാലൊക്കെ കുറുകിയ ശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റി മല്ലിയില ചേർക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ബാക്കി വന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഫുൾ ഫ്ലേവർ നമ്മൾ വെക്കണ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ലൂസാണ്, അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറവ് മതിയെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഇട്ട് വറ്റിച്ചെടുക്കാം. ചെമ്മീൻ്റെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി അതൊന്ന് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.